KPCC അധ്യക്ഷ സ്ഥാനം ഉറപ്പിച്ച് ആന്റോ ആന്റണി. പ്രഖ്യാപനം ഉടനുണ്ടാവും. രാഷ്ട്രീയ സാഹചര്യം ആന്റോ ആന്റണിക്ക് അനുകൂലമെന്നാണ് നിലവിലെ വിലയിരുത്തൽ. വിവരങ്ങളുമായി റോഷിപാൽ ചേരുന്നു. റോഷിപാൽ, ആന്റോ ആന്റണി എന്ന പേരിലേക്ക് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടായിരിക്കും എത്തുക? പ്രത്യേകിച്ച് ഈ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾ, അതും ഒരു RC വിഭാഗത്തിൽ നിന്ന് ഒരു അധ്യക്ഷൻ വേണമെന്ന ചർച്ചകളൊക്കെ നേരത്തെ തന്നെ തുടങ്ങിയിട്ടുള്ളതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എങ്ങനെയായിരിക്കും ആന്റോ ആന്റണിയിലേക്ക് എത്തുക? റോഷ്നി, കോൺഗ്രസ് എല്ലാ കാലത്തും അത് പുനഃസംഘടനയാണെങ്കിലും സ്ഥാനാർത്ഥി നിർണയമാണെങ്കിലും അത് ജാതി സമവാക്യങ്ങൾ കൃത്യമായി പാലിച്ചു തന്നെയാണ് മുന്നോട്ട് പോകാറുള്ളത്. കുറച്ചു കാലമായി കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ, അത് പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി നിയമിക്കുന്നത് അത് ഈഴവ സമുദായത്തിൽ നിന്നാണ്. ഈ തവണ സംസ്ഥാനത്ത് ചില സാമുദായിക സമവാക്യങ്ങളുടെ മാറ്റം, പ്രത്യേകിച്ച് BJP ക്രൈസ്തവ വിഭാഗത്തെ ചേർത്ത് നിർത്താൻ നടത്തുന്ന ശ്രമം, ക്രൈസ്തവ വോട്ട് ബാങ്കിൽ വിള്ളൽ വീഴുമെന്ന ആശങ്ക കോൺഗ്രസ് നേതൃത്വത്തെ വല്ലാതെ അലട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് മുനമ്പം വിഷയം ഉൾപ്പെടെ ആളിക്കത്തുന്ന ഈ സാഹചര്യത്തിൽ അത് തിരിച്ചടിയാകുമോ എന്ന ആശങ്ക ഉൾപ്പെടെയാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്താനുള്ള പ്രധാനപ്പെട്ട കാരണം. നേരത്തെ തന്നെ ആദ്യഘട്ടം മുതൽ തന്നെ ബെന്നി ബെഹനാനും ആന്റോ ആന്റണി അടക്കമുള്ള നേതാക്കളുടെ പേരുകൾ, ഒരു ഘട്ടത്തിൽ റോജി M. ജോൺ ഉൾപ്പെടെയുള്ള യുവ നേതാക്കളുടെ പേരുകളും കോൺഗ്രസ് അധ്യക്ഷ പദവിയിലേക്ക് പരിഗണിച്ച സാധ്യതാ പട്ടികയിലുണ്ടായിരുന്നു. ഒടുവിൽ പത്തനംതിട്ട MP കൂടിയായ ആന്റോ ആന്റണിയുടെ പേരിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തുന്നു എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. മറ്റു പല ഘടകങ്ങളും അനുകൂലമാണ്. ഒന്ന്, ഊർജ്ജസ്വലമായ നേതൃത്വം അനിവാര്യമാണ് എന്ന നിലപാട് ഹൈക്കമാൻഡിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊരു മാറ്റത്തിന് ഹൈക്കമാൻഡ് തീരുമാനിക്കുന്നത്. മാത്രവുമല്ല, തൊട്ടടുത്ത മഹാരാഷ്ട്ര, ബീഹാർ ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളിലും പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പുനഃസംഘടന പൂർത്തിയാക്കിയതാണ്. നേരത്തെ തന്നെ കോൺഗ്രസ് നേതൃത്വം എടുത്ത തീരുമാനമാണ്. ഈ വർഷം അത് കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്താനുള്ള വർഷമാണ്. പുനഃസംഘടനകൾ എല്ലാ സംസ്ഥാനത്തും എല്ലാ ജില്ലകളിലും നടത്താനുള്ള വർഷമാണ്. അതുകൊണ്ട് ഈ വർഷം പരമാവധി സംഘടനയെ ശക്തിപ്പെടുത്താനുള്ള വർഷം എന്ന നിലയിൽ തന്നെയാണ് പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനായ K. സുധാകരനെ മാറ്റാനുള്ള തീരുമാനവും പകരം ആന്റോ ആന്റണിയെ നിയമിക്കാനുള്ള ആലോചനയും എടുത്തത്. ഏതായാലും വലിയ കാലതാമസമില്ലാതെ തന്നെ ആന്റോ ആന്റണിയെ KPCC അധ്യക്ഷനായി നിയമിക്കും എന്ന് തന്നെയാണ് ഒടുവിൽ അറിയാൻ കഴിയുന്നത്. റോഷ്നി. ശരി, റോഷിപാലാണ് വിശദാംശങ്ങൾ നൽകിയത്. ചില രസകരമായ പ്രേക്ഷകരുടെ കമന്റിലേക്ക് നമ്മൾ വെറുതെ ഒന്ന് വരികയാണെങ്കിൽ, റിയാസ് നാജി പറയുന്നു, നേതൃമാറ്റം ഉണ്ടായാലും ഇല്ലെങ്കിലും കോൺഗ്രസ് വിജയിക്കണം, ഇല്ലെങ്കിൽ ലീഗിനെ ഇനി UDF നോക്കണ്ട എന്ന് പറയുന്നു. അമേയ പറയുന്നു, ഇനി കോൺഗ്രസിൽ ചാടിപ്പോകലൊക്കെ കാണുമോ എന്നുള്ളതും